എം.എ. ബേബി CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആകുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നത് പിണറായി വിജയനും കുടുംബവും തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. CPIM എല്ലാ തരത്തിലും പിണറായി വിജയൻ്റെ പല രീതിയിലുള്ള ധന ഇടപാടുകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വരും എന്നാണ് ഇത്രയും നാളും കരുതിയതെങ്കിൽ ഇനി അങ്ങോട്ട് അമ്മായിയപ്പനെയും മരുമോനെയും എം.എ. ബേബി സംരക്ഷിക്കില്ല. എം.എ. ബേബിയെ കേരളത്തിൽ നിന്നും നാട് കടത്തുന്ന രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനെ ഒന്നുമാകാതിരിക്കാൻ പിണറായി വിജയൻ കളിച്ച നാണംകെട്ട കളികൾ കൃത്യമായി ബേബിയുടെ മനസ്സിൽ ഉണ്ട്. അതൊരു പകയായി, ഒരു നെരിപ്പോടായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതൊരു തീക്കനലായി കെടാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ എം.എ. ബേബി കണക്ക് തീർക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇനിയൊരു ടേം കൂടി പിണറായി വിജയന് മത്സരിക്കാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള സകലമാന നീക്കവും പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിലും എം.എ. ബേബി എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എം.വി. ഗോവിന്ദനാണ് സംസ്ഥാന സെക്രട്ടറി. കണ്ണൂർ ലോബിയാണ് ഇപ്പോഴും പാർട്ടിയുടെ അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് എന്നാണ് പൊതുവായി കേട്ടുവരാറുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടറിയും എടുക്കുന്ന തീരുമാനം അന്തിമമായി തന്നെ നിൽക്കുകയാണ്. ഇന്നേ വരെ സീതാറാം യെച്ചൂരി ആയിരുന്നു കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെ പിണറായി വിജയനെ താങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇനി പിണറായി വിജയനെ താങ്ങാൻ സീതാറാം യെച്ചൂരിയെ പോലെ ഒരു വ്യക്തിയല്ല. പകരം എം.എ. ബേബി എന്ന കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി വി.എസ്. അച്യുതാനന്ദൻ്റെ ക്യാബിനറ്റിൽ 5 കൊല്ലം സേവനമനുഷ്ഠിച്ച പിണറായി വിജയന് ഒത്ത എതിരാളി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതായത് CPIM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉടച്ചു വാർക്കലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ബേബി ശ്രമിക്കുന്നത്. കോൺഗ്രസുമായി വളരെ കാലം എതിർപ്പിൻ്റെ രാഷ്ട്രീയം ബേബി പിന്തുടർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും ഇന്ത്യൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുമ്പോൾ ബേബി തിരിച്ചറിയുന്നു കോൺഗ്രസുമായി ദേശീയ തലത്തിലും അതുപോലെ സഹകരിക്കാൻ പറ്റുന്ന എല്ലാ മേഖലയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത്. പ്രത്യേകിച്ചും ബേബി കൈകാര്യം ചെയ്ത പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇന്ത്യൻ പൊളിറ്റിക്സാണ്. കേരളത്തിലെ ഇട്ടാവട്ട രാഷ്ട്രീയമല്ല. ഇന്ത്യൻ പൊളിറ്റിക്സിൽ CPIM-ന് ഒരു സ്ഥാനവുമില്ല എന്ന് ബേബിക്ക് നന്നായി അറിയാം. ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് CPIM-ന് കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുകയുള്ളൂ. ലോക്സഭയിലുള്ള 4 MP-മാരിൽ 3 MP-മാരും ഇന്ത്യ മുന്നണിയുടെ സംഭാവനയാണ്. അതിൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗലും മധുരയിലും നിന്നുള്ള MP-മാരാകട്ടെ, രാജസ്ഥാനിലെ സിക്കാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP-ആയ അമ്ര റാം ആയിക്കോട്ടെ, ഇവരെല്ലാം CPIM ടിക്കറ്റിൽ നിന്ന് ജയിച്ചവർ ആണ് എങ്കിലും അവർ ജയിച്ചത് ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധികൾ എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ബേബിക്ക് CPIM കേരള ഘടകത്തിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യവുമില്ല.